സോ ഗായ്സ് ഇപ്പോൾ നിലവിൽ ജംപ് ഫെസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ കുറിച്ച് നമ്മുടെ വൺ പീസിൻ്റെ കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൽബഫ് ആർക്കിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ട്രെയിലർ നല്ല രസമായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഭയങ്കര ഡിഫറെൻറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ആനിമേഷനാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ആൻഡ് പറയുന്ന പോലെ ഏപ്രിൽ 5-ാം തീയതി ആയിരിക്കും ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. 3 മാസത്തെ ബ്രേക്ക് എന്തായാലും ഉണ്ടാവും. മാത്രമല്ല ഈ ആഴ്ചത്തോടെ നമ്മുടെ വീക്ക്ലി അതായത് വീക്ക്ലി ആയിട്ട് ഇറങ്ങുന്ന വൺ പീസിൻ്റെ അത് എൻഡ് ഓഫ് ടെറർ തന്നെയായിരിക്കും. അത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷം തുടങ്ങി സീസണലായിട്ടായിരിക്കും പോകുന്നത്. സീസണൽ എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു വർഷം മാക്സിമം ലൈക്ക് 13 or 20 എപ്പിസോഡ്സ് ഇറക്കണം. നമ്മൾ ജുജുത്സു കൈസ് എന്ന ടീമസിലേക്ക് ഇറക്കുന്ന ആ ഒരു പാറ്റേൺ അതായിരിക്കും നമുക്ക് ഇനി കാണാൻ പോകണം വൺ പീസിൽ. അത് മാത്രമല്ല ഓട കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു മൂവി വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് വൺ പീസിൻ്റെ. അത് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഓടനെ കുറിച്ച് ഓടനോട് അത്ര ഒന്നും പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട്. അതായി പൂട്ടാതിരിക്കാൻ വേണ്ടി തന്നെ സംഭവമാണ്. എന്നാൽ ഏതാവാന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏത് മൂവിയാൻ ചാൻസ് നോക്കുമ്പോൾ ഗോഡ് വാലി ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല ഹൈപ്പല്ല സാധനമാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഗോഡ് വാലി തന്നെയാണോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയില്ല. കാരണം കുറേ അവൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് കൊണ്ട് ചെയ്യാം. ആൻഡ് ഞാൻ ഗോഡ് വാലി പറയാനുള്ള കാരണം അറിയാമല്ലോ, പ്രൈമിലിരിക്കുന്ന ഗാർപ്പ്, റോജർ, നമ്മുടെ റോക്സ് പൈററ്റ്സ് എല്ലാവരും ആ ഒരു ഫൈറ്റ് നമ്മൾ മാങ്ങിയതിൽ ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ ആനിമേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ മ്യൂസിക്കും കൂടി അടിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലായിരിക്കും. പക്ഷെ അത് ഉറപ്പിച്ച് പറയാതായിട്ടില്ല. എന്നാൽ ഇത് സംഭവം ഏഴുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 2027 എടുക്കും, അല്ലെങ്കിൽ 28 മാക്സിമം. അത്ര എടുത്ത് അവർ സമയം എടുത്തായിരിക്കും അവർ ചെയ്യാൻ പോകണം എന്തായാലും.